രാവിലെ തന്നെ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് വിശക്കുന്നു, കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരുമോ അമ്മേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അത് നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുകയാണ്. എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് തന്നെയാണ്, ചെറിയൊരു ഉപ്പുമാവാണ്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയില്ല കേട്ടോ, സവാളയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്ത് പിന്നെ കടുമുടാന്നിങ്ങനെ പൊട്ടി വരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഒന്ന് ഇടണം. സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ. സവാള ഒന്ന് മൂത്ത് വരട്ടെ, വല്ലാണ്ട് ചോക്കാനൊന്നും നിൽക്കണ്ട, വെറുതെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. നമുക്ക് എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ മൂത്ത് വരട്ടെ, ചൂടായി വരുമ്പോഴേക്കും നമുക്ക് റവ ഇട്ട് കൊടുക്കാം. മൂത്ത് ചൂടായി വരട്ടെ കേട്ടോ. നല്ല അപ്പുറത്ത് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പുമാവിന് വേണ്ടിയിട്ട്. അതാണ് അപ്പുറത്ത് തീ കത്തുന്നത് കണ്ടോ. സവാള ഒന്ന് വാടി കിട്ടാനായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരണം. സവാളയും പച്ചമുളകും ഒക്കെ വാടി വരുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ മോൻ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കമ്മേ എന്ന്. അപ്പം ഞാൻ ഇത്തിരി കൂടി റവ അതിലേക്ക് ഇടുന്നുണ്ട്. അത് റവ ഒന്ന് ചൂടായി വരണം. എല്ലാവരും വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കലാണ് പതിവ്. ഞാൻ നേരെ തിരിച്ചാണ്, ഇങ്ങനെ ചെയ്യണതാണ് എനിക്കിഷ്ടം. റവ ചൂടായി വരുമ്പോൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ, കട്ട പിടിക്കും, കട്ട പിടിക്കാതെ ഇളക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ നെയ്യൊന്നും ഞാൻ ചേർക്കുന്നില്ല. നെയ്യൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് സ്മൂത്തായിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. ഇളക്കി നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്, കട്ടയൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം ഇളക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും നേരം ഇളക്കുന്നുണ്ടായിരുന്നോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നന്നായിട്ട് ഇളക്കി ഉലർന്ന് വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിൽ എടുത്ത് വയ്ക്കണം. നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഞാൻ. അതാ കട്ട ഉടയാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇളക്കുന്നത് ഞാൻ. കട്ട പിടിച്ച് വീട്ടിലാരും തിന്നാറില്ല അങ്ങനെ. എല്ലാവർക്കും ഉലർന്നത് തന്നെയാണ് ഇഷ്ടം. പ്ലേറ്റ് എടുത്ത് ഞാൻ അതിലേക്ക് ഇടുകയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ. നല്ല അത് ഇടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട് കണ്ടോ. കടുകും പച്ചമുളകൊക്കെ അതിൽ കാണുന്നുണ്ട്. ചൂടുണ്ടേ, കയ്യിൽ നല്ല ചൂടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ.